മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോഴും കാണുന്നത് സാമ്പാർ ചീര എന്ന് പറയുന്ന നല്ല പോഷക ഗുണങ്ങളടങ്ങിയ ഒരു ചീരയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ പറമ്പുകൾ, നമ്മുടെ പാതവക്കിലൊക്കെ ആരും നട്ടുപിടിപ്പിക്കാതെ സമർത്ഥമായി വളർന്നു നിൽക്കുന്ന ഒരു അപൂർവ ഇനം ചീരയാണ് സാമ്പാർ ചീര. ഈ ചീരയിട്ട് സാമ്പാർ വയ്ക്കുമ്പോൾ സ്വാദും അതുപോലെ തന്നെ സാമ്പാറിനുണ്ടാകുന്ന ആ കൊഴുപ്പും വളരെയധികം പ്രശംസനീയമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ചീരയെ സാമ്പാർ ചീര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ധാരാളം ജലാംശങ്ങളും അതുപോലെ തന്നെ നാരുകളും ഒക്കെ അടങ്ങിയ, ധാരാളം പോഷകങ്ങളും അടങ്ങിയ ഒരു ചീരയാണ് സാമ്പാർ ചീര. അതിമനോഹരങ്ങളായ നീലമയാർന്ന പുഷ്പങ്ങൾ ഇതിൻ്റെ പ്രത്യേകമാണ്. മറ്റ് ചീരവർഗ്ഗങ്ങളൊക്കെ പുഷ്പിച്ച് വിത്തുകളായി കഴിയുമ്പോൾ അത് ദുർബലമായി ആണ് നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ സാമ്പാർ ചീരയെ സംബന്ധിച്ച് പുഷ്പിച്ചാലും വളരെ സമൃദ്ധമായി തന്നെ അതിന് വളർന്നു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സാമ്പാർ ചീര മറ്റുള്ള ചീരകൾ കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയും. ഇതിനോടൊപ്പം അല്പം ചെറുപയറോ വൻപയറോ തുമരയോ മുതിരയോ അതല്ലെങ്കിൽ ചക്ക അരിയോ ഒക്കെ ചേർത്ത് തോരൻ വയ്ക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതീവ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവും ആയിരിക്കും. ധാരാളം ജലാംശം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇത് പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജലം അല്പം മാത്രം ഇത് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വെന്ത് നല്ല സ്വാദിഷ്ടമായി ഒരു വിഭവമായി മാറാനുള്ള ജലം ഇതിനകത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ വേര് മാത്രം നമ്മൾ കളഞ്ഞാൽ മതി. ബാക്കി തണ്ട് വിലയൊക്കെ വളരെ മൃദുലവും അതുപോലെ ഭക്ഷ്യയോഗ്യവുമാണ്. ഇത് നട്ടു വളർത്താൻ യാതൊരു പ്രയാസവുമില്ല. ഇപ്പോൾ ഇത് തന്നെ ഒരു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. 1-2 തണ്ട് ചെടിച്ചട്ടിയിൽ ഫ്ലോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കരിയില ലയിച്ച് കിടക്കുന്ന കരിയില ഉണ്ടെങ്കിൽ അത് വാരി ചെടിച്ചട്ടിയിൽ 3/4 ഭാഗത്തോളം ഇട്ട് ഭംഗിയായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത മണ്ണ്, അതായത് കല്ലും വേരും ഒക്കെ നീക്കം ചെയ്ത് അരിച്ചെടുത്ത മണ്ണ് ബാക്കി കുറച്ച് ഭാഗം ഇട്ടതിന് ശേഷം ഈ ചീരയുടെ 2 അല്ലെങ്കിൽ 3 തണ്ടുകൾ അതിനകത്ത് നട്ടു കൊടുത്താൽ മതി. നല്ല ഉണക്കാണെങ്കിൽ അല്പം തണലത്ത് ഏതാനും ദിവസങ്ങൾ വെച്ചിരുന്ന് ഇടയ്ക്ക് വെള്ളമൊക്കെ തളിച്ചു കൊടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് കിളിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തുടർച്ചയായി നമുക്ക് വിളവ് തരുന്ന ഒരു ചെടിയാണ് ഈ സാമ്പാർ ചീര. മറ്റ് പല സ്ഥലങ്ങളിലും പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ സാമ്പാർ ചീര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയോടൊപ്പം ഇത് ചേർത്ത് തോരൻ വെക്കുകയാണെങ്കിൽ സ്വാദൂർന്ന ഒരു രുചിക്കൂട്ടായിട്ട് ആ വിഭവം മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അവിയലിലും സാമ്പാറിലും മറ്റ് കറികളിലുമൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റ് ചീരകളൊക്കെ തോരൻ വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതും ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ്, വേര് മാത്രം കളഞ്ഞാൽ മതി, ബാക്കി തണ്ടുമൊക്കെ ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് വെള്ളം കുറച്ച് വേവിച്ചെടുത്ത്, വെള്ളം അല്പം തന്നെ അതിനോടൊപ്പം ഒഴിക്കേണ്ട, പിന്നെ വേണമെങ്കിൽ ഒരു അല്പം വെള്ളം മാത്രം ഒഴിച്ച് വേവിച്ചെടുത്ത് വെളുത്തുള്ളിയും തേങ്ങയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കടു പൊട്ടിച്ച് അത് വറുത്തെടുത്താൽ സ്വാദിഷ്ടമായ ഒരു വിഭവമാവും. യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും ഷാക്കിലും ഒക്കെ നട്ടു വളർത്താൻ കഴിയുന്ന വിവിധ ഇനം ചീരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പാർ ചീര എന്ന് വിളിക്കുന്ന ഈ ചീര. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതും ഇതൊക്കെ വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ്. നിത്യ സാധനങ്ങൾക്ക് അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ വിളിച്ച് വിലപിച്ചിട്ട് യാതൊരു ഫലവുമില്ല. പകരം നമ്മൾ തന്നെ നമുക്ക് ഉതകുന്ന രീതിയിൽ ഇത്തരം പ്രകൃതി നൽകിയ ഭക്ഷണയോഗ്യമായ
സസ്യങ്ങൾ കണ്ടു എത്തുകയും അവ നട്ടു വളർത്തുകയും അവ ഭക്ഷണമാക്കി ശീലിക്കുകയും ചെയ്താൽ നമുക്ക് ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ ആരോഗ്യവും ലഭ്യമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ പണം ലാഭിക്കുന്നതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ നേടിയെടുക്കാനും ഇത്തരം ശീല ഉൾപ്പെടെയുള്ള കറികൾ നമ്മൾ ശീലമാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. മത്സ്യ മാംസാദികൾ കുറച്ചുകൊണ്ട് പ്രകൃതി കനിഞ്ഞു നൽകിയ ഇത്തരം ഔഷധ പച്ചമരുന്ന് ആയ ഈ ക്ഷീരവർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ നമ്മുടെ തീന്മേശയിൽ ഇടം പിടിക്കുകയാണെങ്കിൽ രോഗങ്ങൾ കുറയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അനവധി നിരവധി ക്ഷീരവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ളതാണ് സത്യം. അവ തിരിച്ചറിയാതെ ഇരിക്കുന്നെങ്കിലും എന്നാൽ തിരിച്ചറിഞ്ഞിട്ടും അവഗണന ചെയ്യുന്നതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണമെന്ന് നാം മനസ്സിലാക്കണം. ഇത്തരത്തിൽ യാതൊരു ചിലവുമില്ലാതെ ഒന്ന് നട്ടുകൊടുത്താൽ മാത്രം പടർന്ന് ഇഷ്ടം പോലെ വിളവ് തരുന്ന ഈ ക്ഷീരവർഗത്തെ നാം അവഗണിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന കോഴികൾക്ക് ഇത് തീറ്റയായി നൽകാവുന്നതാണ്. കോഴിയെ നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ 10 കോഴിയെ വളർത്തുന്നതിന് യാതൊരുവിധ ചിലവുമില്ലായിരുന്നു. 10 പിടക്കോഴികളിൽ നിന്നും കിട്ടുന്ന മുട്ട പല വീടുകളിലും ഒരു വരുമാന മാർഗം തന്നെയായിരുന്നു. ആ കാലം സ്തംഭിച്ചിരിക്കുന്നു. ഇന്ന് കോഴികളെ തുറന്നു വിട്ട് വളർത്താനൊക്കാത്ത ഒരു കാലമായിരിക്കുന്നു. വന്യമൃഗങ്ങൾ പട്ടിയും കീരിയും അതുപോലെ തന്നെ പാമ്പുകളുടെയൊക്കെ ശല്യവും ഒക്കെ നിമിത്തം കോഴികളെ തുറന്നു വിട്ട് വളർത്തുന്ന ശീലമില്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ കൂട്ടിൽ ഇട്ട് അടച്ചു വളർത്തുന്ന കോഴികളെയാണ് ഇന്ന് വ്യാപകമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നത്. തുറന്നു വിട്ട് വളർത്തിയാൽ ആ കോഴികളുടെ മുട്ട ഉൽപ്പാദനം കുറയുകയും അതിൻ്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട രോഗം ബാധിച്ച് മരണപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് അത്തരം കോഴികളെ കൂട്ടിൽ ഉള്ളിൽ മാത്രമേ ഇട്ട് വളർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ചീര നമ്മൾ വളർത്തിയെടുത്താൽ ഇത് ചെറു കഷ്ണങ്ങളാക്കി ആദ്യം തീറ്റയിൽ കൊടുത്ത് ശീലിപ്പിക്കുകയും പിന്നീട് ഇത് ഇലയായിട്ട് നമുക്ക് പ്രത്യേകം വെച്ച് കൊടുത്ത് തീറ്റിക്കുകയും ചെയ്താൽ നമ്മുടെ തീറ്റ ചെലവ് ലാഭിക്കുന്നത് മാത്രമല്ല കോഴിക്ക് രോഗപ്രതിരോധ ശേഷി ലഭ്യമാവുകയും അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കുകയും ദീർഘനാൾ നമുക്ക് മുട്ട ലഭ്യമാവുകയും ചെയ്യുന്നു എന്ന കാര്യവും നാം മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആട്, പശു, എരുമ മുതലായ വളർത്തുമൃഗങ്ങൾക്ക് ഇത് തീറ്റയായി നൽകാവുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഇതൊന്നും കൊടുക്കാത്തത് മൂലം ആദ്യഘട്ടങ്ങളിൽ ഈ ജീവികൾ ഈ ചീര തിന്നാൻ മടിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചെറു കഷ്ണങ്ങളായിട്ടരിഞ്ഞ് അല്പം ഉപ്പ് തളിച്ചോ അതല്ലെങ്കിൽ അല്പം ശർക്കര ലായനി ചേർത്തോ കൊടുത്ത് ശീലിപ്പിച്ചാൽ ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടേ അത് ഇഷ്ടം പോലെ തിന്നുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ഇത് നമുക്ക് പാറക്കെട്ടുകളിലും അതുപോലെ തന്നെ കല്ലിൻപുറങ്ങളിലും റോഡ് സൈഡുകളിലും വെറുതെ കിടക്കുന്നിടത്തൊക്കെ ഇത് കൊണ്ട് നട്ട് വളർത്തി ഇത് അറുത്ത് പശുവിന് പോച്ചയായി ആടിന് തീറ്റയായി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ വളർത്തിയെടുക്കാനും മെച്ചപ്പെട്ട ആദായം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. ഇത്തരത്തിൽ നമുക്ക് ഉപയോഗപ്രദമായ ഒട്ടനവധി സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അവയൊക്കെ കണ്ടറിയുകയും പണച്ചിലവില്ലാതെ വളർത്തിയെടുത്ത് നമുക്കും നമ്മളുടെ വളർത്തുമൃഗങ്ങൾക്കും ആഹാരമായി നൽകുന്ന പക്ഷം നമ്മളുടെ ജീവിതം ഉയർന്ന തലത്തിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കും എത്തിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ചീരവർഗത്തിൽപ്പെട്ട ഈ ചീരയെ നമുക്ക് അവഗണിക്കാതെ നമുക്ക് 1, 2 മൂട് വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. കോഴികളെ വളർത്തുന്നവരും അതുപോലെ തന്നെ ക്ഷീര കർഷകരും ഒക്കെ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ട് ധാരാളമായി ഉൽപ്പാദിപ്പിച്ച് അവരുടെ വളർത്തുമൃഗങ്ങൾക്ക് നൽകി തീറ്റ ചെലവും അതുമൂലം ലാഭവും ഉണ്ടാക്കാൻ നമുക്ക് അവർക്കൊരു പ്രചോദനം കൊടുക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വക അറിവുകൾ തൃപ്തികരമാണെങ്കിൽ ഇത്തരം അറിവുകളും അതുപോലെ ഗ്രഹവൈദ്യത്തെ പറ്റിയുള്ള അറിവുകളും ശേഖരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കനുണ്ട്. ആ ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.